ജനകീയ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് നാടിന്റെ ഊഷ്മളമായ യാത്രയയപ്പ്. ഈസ്റ്റ് അളിരി പഞ്ചായത്തിലെ ചിറ്റാരിക്കാൽ PHSയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PT ശ്രീനിവാസനാണ് സ്ഥലം മാറി മറ്റൊരു പഞ്ചായത്തിലേക്ക് പോകുന്നത്. ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ കൊറോണ കാലത്ത് ഈസ്റ്റ് അളിരിയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ അദ്ദേഹം സ്വന്തം നിലനിൽപ്പ് പോലും നോക്കാതെയാണ് പ്രവർത്തിച്ചത്. കോവിഡ് വാക്സിൻ എത്തിക്കുന്നതിലും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലും ഏറെ ശ്രമിച്ചിരുന്ന അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ കോവിഡ് വ്യാപനത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ കോവിഡ് വാക്സിൻ എടുക്കുന്നതിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും എല്ലാവർക്കും വാക്സിൻ എത്തിക്കുന്നതിനും അദ്ദേഹം മുന്നിട്ടിറങ്ങിയിരുന്നു. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ സ്വന്തം നാടായ കൊടക്കാട് എത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ സംസ്കരിക്കാൻ ഇദ്ദേഹം കാണിച്ച ആർജവം എടുത്തു പറയേണ്ട ഒന്നാണ്. കോവിഡ് കാലത്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ആ സമയത്ത് പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഒറ്റക്കെട്ടുണ്ടായതുകൊണ്ട് വെച്ചാൽ ആർക്കും ഒരു പ്രശ്നങ്ങളില്ലാതെ കണ്ട് വാക്സിൻ എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്താണ് പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായത് ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 ദിവസക്കാലം പെരിയാർ മെഡിക്കൽ കോളേജിലുണ്ടായ ബോഡി ഏറ്റെടുക്കാൻ ആളുണ്ടാവുകയില്ല, അത് ദഹിപ്പിക്കാൻ സ്ഥലം കണ്ടെത്തിയില്ല. അത് എന്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനത് മറവ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇതിൽ എന്റെ നാട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോവിഡ് ആദ്യകാലത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് പല അവാർഡുകളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ സ്റ്റാഫിന്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിയുടെയും പഞ്ചായത്ത് സ്റ്റാഫിന്റെ സപ്പോർട്ട് നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 4 വർഷക്കാലം ഇവിടെ ജോലി ചെയ്തു. എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒരു ഓഫീസർ എന്ന നിലയിൽ ഓർഡർ ഇടാതെ സഹപ്രവർത്തകർക്കൊപ്പം അരയും തലയും മുറുക്കി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ ഒരു വീടോ വീട്ടുകാരെയോ അറിയാത്തതായില്ല എന്നതാണ് സത്യം. തന്റെ 5 വർഷത്തെ ചിറ്റാരിക്കാലിലെ സേവനത്തിന് ജനകീയ മുഖം കിട്ടാൻ തന്റെ സഹപ്രവർത്തകരുടെയും മെഡിക്കൽ ഓഫീസറുടെയും അകമഴിഞ്ഞ സഹായം ഉണ്ടായിരുന്നതായി ഇദ്ദേഹം സ്മരിക്കുന്നു. 20-ാം തീയതിയാണ് ഞാൻ ചിറ്റാരിക്കല് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്നുവരെ പഞ്ചായത്തിൻ്റെതായാലും നമ്മുടെ FSC ആയാലും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. എടുത്തു പറയുന്നതാണ് നമ്മുടെ സൂര്യ മേഡത്തിന്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അന്നോട്ട് ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാഫിൻ്റെത്, പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്, നാട്ടുകാരുണ്ട്, വ്യാപാരികളുണ്ട്, എല്ലാ മേഖലകളിലും നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്.